ഹായ് എവരിവൺ. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കയറി വരാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ റഷ്യയിൽ. ഈ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജൂൺ ജൂലൈയിലൊക്കെ എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല വെയിലാണ്. ഇപ്പം കണ്ടോ, അത്യാവശ്യം നല്ല വെയിലാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഏറ്റവും നല്ല പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂറിസ്റ്റായിട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഒരുപാട് റഷ്യയിൽ കാണാനായിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടാണെങ്കിലും അതുപോലെ തന്നെ റഷ്യയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒക്കെ ഇതൊക്കെ ഓസോണിൻ്റെ വലിയൊരു കമ്പനിയാണ് നമ്മുടെ നേരത്തെ നിങ്ങൾ കാണിച്ചത്. അപ്പോൾ ഞാൻ ഓസോണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഓസോണിനെ കുറിച്ച് കൂടുതൽ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാം. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു സമയം ആണ് ഇപ്പോൾ റഷ്യയിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ കണ്ടോ, പച്ചപ്പൊക്കെ വന്ന് നല്ല മരങ്ങളൊക്കെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഉണങ്ങി ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒരു എന്താ പറയുക തണുത്ത് മരവിച്ചിട്ടുള്ള മരങ്ങളായിരുന്നു. കാരണം ഈ വിൻ്റർ ആവുന്നത് കൂടി ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ മാറും. മൊത്തത്തിൽ ഇവിടെയൊക്കെ ഐസായിരിക്കും. പക്ഷേ ഇവർക്ക് ഐസൊക്കെ സ്നോഫോളൊക്കെ പോയി ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ക്ലൈമറ്റാണ്. പക്ഷേ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ജാക്കറ്റ് ഇട്ടെന്ന് വെച്ചാൽ വലിയൊരു ഞാൻ ഓൾമോസ്റ്റ് ഇവിടുത്തെ ആളുകളൊക്കെ നോർമലി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നു. കാരണം ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന കാരണം എനിക്കൊരു ചെറിയൊരു തണുപ്പ് ഫീലിംഗ് തോന്നുന്നത് കാരണമാണ് ഞാൻ ജാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടോ, ഇത് ഓസോണിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഇത് വലിയൊരു ഫാബ്രിക്സാണ്. ഇവിടെ റഷ്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു ഫാബ്രിക്കാണ്. ഞാനിപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് വരെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മോസ്കോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, ടുമെയിൻ, പിന്നെ അതുപോലെ തന്നെ സോച്ചി, ക്രാസ്നദാർ, കോസ്ത്രമ, പിന്നെ നിഷ്വിനോഗ്രത്ത്, അതുപോലെ തന്നെ മൂർമൻസ്ക് ഒബ്ലാസ്റ്റ്, അങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള റഷ്യയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ അൽത്തായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ അതിമനോഹരമാണ്. പക്ഷേ നമുക്ക് എത്ര ബഡ്ജറ്റ്, നമ്മുടെ എത്ര പൈസ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും ഇത്രയും സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം ഇത്രയും സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു മോസ്കോ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മാത്രമായിട്ട് പിന്നെ സോച്ചി, ഈ 3 സ്ഥലങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ ഒരു വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. ഇവിടെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം. കാരണം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. അതായത് നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ടൂറിസ്റ്റ് വിസയ്ക്കൊന്നും വലിയ എമൗണ്ട് ഒന്നും ആവുന്നില്ല. വളരെ തുച്ഛമായ എമൗണ്ടാണ് വരുന്നുള്ളത്. കാരണം ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും. അവരൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയി രാജ്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതായത് നമുക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളും റഷ്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ രാജ്യം, ലോകത്ത് തന്നെ ഏറ്റവും തണുപ്പുള്ള രാജ്യം, അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ഡിഫൻസ് സിസ്റ്റം ആയാലും എല്ലാം കൊണ്ടും ഏറ്റവും പവർഫുൾ കൺട്രി, അങ്ങനെയുള്ള ഒരു രാജ്യം നിങ്ങൾക്ക് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഒരു രീതിയിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹിസ്റ്റോറിക്കൽ. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകുകയാണെങ്കിൽ ക്ലാസിക്കൽ ബിൽഡിങ്ങും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, റഷ്യ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടൂറിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ എൻ്റെ
ഇതിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഞാനായിട്ടല്ല, നിങ്ങൾക്ക് ടൂറിൻ്റെ പാക്കേജോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, എങ്ങനെയാണ് എൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് എന്നൊക്കെ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ എമൗണ്ട് ഒന്നും എന്തായാലും ആവത്തില്ല, ടിക്കറ്റിന് ആകുന്ന ഒരു എമൗണ്ട് ആവത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ വലിയ ട്രാവൽ ഏജൻസികൾ അങ്ങനെ പാക്കേജ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇവിടെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. കാരണം അത്യാവശ്യം കുറച്ച് എമൗണ്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും, അത് നിങ്ങൾ തന്നെ ചിലവാക്കാം. എനിക്ക് ആ പേയ്മെൻ്റ് ഒന്നും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടെ എത്ര ചിലവ് വരുന്നു എന്നുള്ളത്. അപ്പോൾ പാക്കേജ് വേണോ എങ്ങനെ വരണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ഇപ്പം നല്ല വെയിലാണിപ്പോൾ. ഞാൻ ആരും അങ്ങനെ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. പൊതുവേ ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെറിയൊരു കോൾഡ് ചെറുങ്ങനെ തോന്നിക്കൊണ്ട് ഞാൻ ജാക്കറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജാക്കറ്റ് ഇടാതെ തന്നെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ഞാൻ ജാക്കറ്റ് യൂസ് ചെയ്തതാണ്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് റഷ്യ എന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഗേൾസ്, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ കൺട്രി, ലോകത്തിലെ ഏറ്റവും പവർഫുൾ കൺട്രി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും, എവിടെ പോയിട്ടില്ലെങ്കിൽ റഷ്യ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അത്രയും മനോഹരമാണ് റഷ്യ എന്ന രാജ്യം. അപ്പോൾ എന്നിരുന്നാലും മറ്റു രാജ്യത്തെക്കാളും മറ്റു യൂറോപ്യൻ കൺട്രീസിനേക്കാളും കൂടുതലും നമ്മളോടായിട്ട് ഇതുവരെ ഞാൻ ഇത്രയും വർഷം റഷ്യയിൽ നിന്നുകൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, നമ്മളോട് കുറച്ചും കൂടി കോപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് റഷ്യക്കാർ. അപ്പോൾ ആ ഒരു ഇത് ഞാൻ പറയാം. പക്ഷേ ഇത് ഇവിടെയും ഉണ്ട്, എല്ലാ ഉടായ്പും കളിക്കുന്ന ആൾക്കാരും എല്ലാ രാജ്യത്തും ഉണ്ടാവുമല്ലോ, അപ്പം എവിടെയും ഉണ്ട്. അപ്പോൾ നല്ല ആൾക്കാരിൽ ഏറ്റവും ഒരുപാട് ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചു. കാരണം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റഷ്യ എന്ന രാജ്യം വളരെ അതിമനോഹരമാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എന്നിരുന്നാലും റഷ്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഒറ്റയ്ക്ക് വരാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം. കാരണം നിങ്ങളെ ഒരു ജോബിനോ അതുപോലെ തന്നെ ഇതിനൊന്നും റിക്രൂട്ടൊന്നും ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് റഷ്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഈ വേനൽക്കാലം. അപ്പം നിങ്ങൾ ഇത് എന്തായാലും മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം റഷ്യയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയൊരു ഓഫറാണ്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.